നിങ്ങൾ സ്റ്റീം അയൺ ബോക്സ് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ 2-3 കാര്യം ശ്രദ്ധിച്ചിട്ട് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതിലത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നിറച്ച് ഹോളുകളുള്ള പ്ലേറ്റുള്ള അയൺ ബോക്സ് നമ്മൾ വാങ്ങിക്കുക. കുറച്ച് ഹോളുകൾ മാത്രമുള്ള അയൺ ബോക്സ് ഒരിക്കലും വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ടഫ്ലോൺ കോട്ടിംഗ് ഉള്ള ഒരു ഷൂ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അതുണ്ടോ നോക്കുക, അതില്ലാത്തതും നിങ്ങൾ വാങ്ങിക്കരുത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴത്ത് നമുക്ക് ഇതുപോലെ ഇതിനുള്ള ഒരു പ്ലേറ്റും കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ട് പവറാണ്. മിനിമം 1800 വാട്ട് പവർ ഇല്ലാത്ത അയൺ ബോക്സ് യാതൊരു കാരണവശാലും നിങ്ങൾ വാങ്ങിക്കരുത്. വില കുറവുണ്ടോ വിചാരിച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയൺ ചെയ്ത് കഴിയുമ്പോൾ തുണിയുമ്പോഴത്തെ ചുളിവ് കറക്റ്റായിട്ട് പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റീം അതിന് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ടാങ്കാണ് കിട്ടുന്നത്. ഇത് നമുക്ക് വോളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രഷറിലൊന്ന് വെള്ളം വന്നോളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് വോളിൽ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ സ്റ്റീം വരാനുള്ള ബട്ടണും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര കൂടിയ രീതിയിലാണ് ഇതിൽ സ്റ്റീം നമുക്ക് പുറത്തേക്ക് വരുന്നതെന്ന് കാണാം. കണ്ടില്ലേ, നല്ല അടിപൊളി സ്റ്റീമാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സ്റ്റീം അയൺ ബോക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല അയൺ ബോക്സ് പർച്ചേസ് ചെയ്യുക. ഇതിന് നമുക്കൊരു 3500 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അയൺ ബോക്സാണ്. വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.